നമ്മൾ നേരത്തെ ഔപചാരികമായിട്ട് കൂടെ തീരുമാനിച്ചിരുന്നതല്ല. സ്ത്രീകളെ പോലെയുള്ള നമ്മുടെ വനിതാ സഹപ്രവർത്തകർ അവരുടെ ജോലിയുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ് നമ്മൾ പ്രതിഷേധം രേഖപ്പെടുത്തുമെന്ന് പറഞ്ഞു. അതിന്റെ പേരിലാണ് നമ്മൾ കൂടിയിരിക്കുന്നത്. ഈ പ്രതിഷേധ ചടങ്ങ് നമുക്ക് പെട്ടെന്ന് അവസാനിപ്പിക്കാം. ഇതിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം ഇത്തരം പരാമർശങ്ങളിൽ നിന്ന് നമ്മുടെ രാഷ്ട്രീയ നേതൃത്വം പിന്മാറണമെന്ന് ശക്തമായി ആവശ്യപ്പെടാനും ഈ യോഗം തയ്യാറാകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അടുത്തതായിട്ട് ഈ കാര്യങ്ങൾ സംസാരിക്കുന്നതിന് വേണ്ടി ഇത് വിളിച്ചുകൂട്ടുകയും ചെയ്ത ശ്രീല നമ്മോട് രണ്ടു പേർ സംസാരിക്കും. എന്റെ സഹപ്രവർത്തകർ, കേരളത്തിൽ സ്ത്രീകളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് ഇന്ന് നമ്മൾ കടന്നുപോകുന്നത്. നമുക്ക് ഏവർക്കും അറിയാം, കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി കേരളത്തിലെ പല സ്ഥലനാമങ്ങളും ഇന്ന് അറിയപ്പെടുന്നത് സ്ത്രീപീഡനങ്ങളുടെ പേരിലാണ്. ഇങ്ങനെ ഒരു കാലഘട്ടത്തിൽ സ്ത്രീകളെ സംബന്ധിച്ച് അന്തസ്സുയർത്തണം, സ്ത്രീകൾക്കെതിരെയുള്ള അക്രമങ്ങൾക്കെതിരെ പ്രതിഷേധിക്കണം. ഇത്തരത്തിൽ നിരവധി പ്രശ്നങ്ങൾ കേരളത്തിൽ നിലനിന്നപ്പോഴും കേരളത്തിൽ ഒരുപാട് പീഡനങ്ങൾ രണ്ട് സർക്കാരുകളുടെയും കാലത്ത് മാറി മാറി വരുന്ന സർക്കാരുകളുടെ കാലത്ത് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഒരു സർക്കാരിനെ പ്രതിനിധാനം ചെയ്യുന്ന ചില ആൾക്കാർ, അല്ലെങ്കിൽ അതിന് ചുക്കാൻ പിടിക്കുന്ന ആൾക്കാർ സ്ത്രീകളെ അപമാനിക്കുന്ന രീതിയിലേക്ക് കടന്നു വരിക എന്നത് ഖേദകരമാണ്. കേരളത്തിൽ നമുക്കറിയാം, ഈ UDF സർക്കാർ അധികാരമേറ്റ അന്നു മുതൽ തന്നെ മാച്ചാൻ വാർഡിനെ അധിക്ഷേപിച്ചുകൊണ്ട് സ്ത്രീകളെ അധിക്ഷേപിക്കുന്നതിന് ഹരിശ്രീ കുറിച്ച PC ജോർജിനെ പോലുള്ള ചീഫ് വിപ്പ് അടക്കമുള്ളവർ കേരളത്തിലെ സ്ത്രീകളോട് ഏത് തരത്തിലുള്ള ഒരു സമീപനമാണ് ഇന്ന് കൈക്കൊള്ളുന്നതെന്ന് നമ്മൾ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. നമുക്കറിയാം, മാച്ചാൻവാടിനെ ആദ്യം അധിക്ഷേപിച്ചു. അതിനുശേഷം കേരളത്തിൽ നിരവധി സ്ത്രീകളെ, അതായത് ഒരു കഴിഞ്ഞ ദിവസം തന്നെ ഞങ്ങളുടെ ചാനലിൽ തന്നെ ആങ്കർ ചെയ്തുകൊണ്ടിരുന്ന പെൺകുട്ടിയോട് വളരെ സഭ്യമല്ലാത്ത രീതിയിൽ PC ജോർജ് പ്രതികരിച്ചു. ഇതൊക്കെ നമ്മുടെ തൊഴിലിന്റെ ഭാഗമാണ്. ചോദ്യം ചോദിക്കേണ്ടി വരിക, വാർത്തകൾ ചോർത്തുക, ഇതൊക്കെ നമ്മുടെ തൊഴിൽ മേന്മയുടെ ഒരു കാലഘട്ടമാണ്. അപ്പോൾ ഈ തൊഴിൽ ചെയ്യാൻ വേണ്ടി നമ്മൾ നേരായ മാർഗത്തിലൂടെ ശ്രമിക്കുമ്പോൾ നമ്മളെ അപമാനിക്കുന്ന, മോശമാക്കുന്ന രീതിയിലുള്ള പരാമർശങ്ങൾ കേരളത്തിലെ സ്ത്രീ സമൂഹം ഒരിക്കലും പൊറുക്കില്ല. മാത്രമല്ല, ഞാൻ പറയാം, കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഒരു പരാമർശം ഉണ്ടായി. ഇന്നലെ ഒരു വീട്ടമ്മയാണ് ആദ്യമായി എന്നെ വിളിച്ച് ചോദിച്ചത്, നിങ്ങൾ പ്രതികരിക്കുന്നില്ലേ എന്ന്. കേരളത്തിലെ മാധ്യമ സമൂഹത്തെ കുറിച്ച് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഏറ്റവും അസംഘടിതരായ ഒരു തൊഴിലാളി വിഭാഗമാണ് മാധ്യമ സുഹൃത്തുക്കൾ. നമുക്കറിയാം, പെൺകുട്ടികളെ സംബന്ധിച്ച് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ വിളിച്ചാൽ പുറത്തോട്ടിറങ്ങാൻ തന്നെ വളരെ ബുദ്ധിമുട്ടുന്ന കുറെ കുട്ടികൾ. പക്ഷെ ഇവർ അനുഭവിക്കുന്ന പീഡനങ്ങൾ ഒരു സ്വകാര്യ സംഭാഷണങ്ങളിലൂടെ ഇവരോട് സംസാരിച്ചാൽ നമുക്കറിയാൻ പറ്റും. തൊഴിൽപരമായ പീഡനങ്ങൾ, ഏതൊക്കെ തരത്തിലുള്ള ഒരു മാനസിക പ്രശ്നം, ശാരീരിക പ്രശ്നം ഉണ്ടായിരിക്കില്ല എങ്കിൽ കൂടി മാനസിക പ്രശ്നം ഏറ്റവും നന്നായി അനുഭവിക്കുന്ന ഒരു വിഭാഗമാണ് കേരളത്തിലെ വനിതാ മാധ്യമ പ്രവർത്തകർ. സത്യത്തിൽ വനിതാ മാധ്യമ പ്രവർത്തകർ എന്ന് പറയുന്നത് പോലും എനിക്കിഷ്ടമുള്ള പദമല്ല. കാരണം ജേർണലിസ്റ്റ് എന്ന വാക്കിന് ഫീമെയിൽ ജെൻഡർ ഇല്ലാത്തൊരു പദമാണ്. അവിടെ സ്ത്രീയും പുരുഷനെയും വേർതിരിച്ച് കാണുന്ന ഒരു നിലപാടിനെ തന്നെ ഞാൻ യോജിക്കുന്നില്ല. ആ ഒരു നിലപാടിനോട് തന്നെ ഞാൻ യോജിക്കുന്നില്ല. ഇങ്ങനെ ഒരു കാലഘട്ടത്തിൽ കേരളത്തിലെ വനിതാ മാധ്യമ പ്രവർത്തകരെ, ഇന്നലെ അദ്ദേഹത്തിന്റെ ഒരു കമന്റ് നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, തന്റെ ശരീരഭാഷ പോലും ഏറ്റവും അശ്ലീലകരമായ രീതിയിൽ, മ്ലേച്ഛമായ രീതിയിൽ ഒരു ശൃംഗാര ചിരി കലർന്ന ഒരു നോട്ടവും നോക്കി ആ കുട്ടിയുടെ ദേഹത്ത് അടിച്ചുകൊണ്ട്, എന്താണ് കുട്ടി, നിനക്ക് കുര്യനുള്ള വല്ല അനുഭവമുണ്ടോ എന്ന ഒരു ചോദ്യം സത്യത്തിൽ കേരളത്തിലെ സ്ത്രീ സമൂഹത്തിന് തന്നെ അപമാനകരമായ രീതിയിലേക്കുള്ള ഒരു പരാമർശമായിരുന്നത്. ഒരു സ്ത്രീ ഇന്നലെ എന്നെ വിളിച്ചിട്ട്, നിങ്ങൾ പ്രതികരിക്കുന്നില്ലേ, പ്രതിഷേധിക്കുന്നില്ലേ എന്ന് ചോദിച്ചു. ഞാൻ അപ്പോൾ തന്നെ ഈ പെൺകുട്ടി, എനിക്കറിയില്ല, പുതിയ കുട്ടിയാണ്, ട്രെയിനിയാണ്, പക്ഷെ ഈ കുട്ടിയെ ഞാൻ വിളിച്ചു. തിരുവനന്തപുരം മാതൃഭൂമി ഓഫീസിൽ നിന്ന് നമ്പർ കളക്ട് ചെയ്ത് ആലപ്പുഴയിലേക്ക് വിളിച്ചു. ഈ കുട്ടിയോട് കാര്യങ്ങൾ അന്വേഷിച്ചു. അതിനുശേഷം കേരളത്തിലെ എന്നെക്കൊണ്ട് കഴിയുന്ന എല്ലാ പ്രസ് ക്ലബുകളിലും വിളിച്ചു. അവിടുത്തെ മാധ്യമപ്രവർത്തകരുമായി ബന്ധപ്പെട്ടു. വനിതാ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു, നമുക്കിതിൽ പ്രതിഷേധം സംഘടിപ്പിക്കണം. കേരളത്തിൽ വനിതാ MLA-മാർ, കഴിഞ്ഞ ദിവസം വനിതാ MLA-മാരോടുള്ള ഇവരുടെ സമീപനം നമ്മൾ കണ്ടതാണ്. കേരളത്തിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? നമുക്ക് എന്തെങ്കിലും ഒരു ചോദ്യം ചോദിച്ചതിന്റെ പേരിൽ നമ്മളെ അപഹാസ്യമായ രീതിയിൽ സംസാരിക്കുന്ന ഈ രീതിയിലുള്ള ഒരു സർക്കാർ, ഈ സർക്കാർ എന്തുകൊണ്ട് സ്ത്രീകളെ അപമാനിക്കുന്നു? ഇതാണോ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ നയമെന്ന് വ്യക്തമാക്കാൻ ഉമ്മൻചാണ്ടി തയ്യാറാകണം. നമുക്കറിയാം, CM ഇതിന് മറുപടി പറഞ്ഞേ തീരൂ. കേരളത്തിലെ സ്ത്രീകളെ അപമാനിക്കും, പ്രത്യേകിച്ച് വനിതാ മാധ്യമ പ്രവർത്തകരെ അപമാനിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നത് ഒട്ടും ആശ്വാസമില്ല. ആ കുട്ടി ചെയ്ത തെറ്റെന്താ? ആകെ ചോദിച്ചത്, സർക്കാർ ഇപ്പോൾ നിങ്ങൾ നേതൃത്വം, കോൺഗ്രസ് നേതൃത്വം PJ കുര്യനൊപ്പമാണോ എന്ന ഒരൊറ്റ ചോദ്യം മാത്രമേ കുട്ടി ചോദിച്ചിട്ടുള്ളൂ. വേറൊന്നും ആ കുട്ടി ചോദിച്ചിട്ടില്ല. ആ ചോദിച്ച ചോദ്യത്തിന് നമുക്കറിയാം, ഈ ഒരു ഭാഗത്തു നിന്ന് മാത്രമല്ല, ജുഡീഷ്യറിയുടെ ഭാഗത്തു നിന്ന്, പോലീസിന്റെ ഭാഗത്തു നിന്ന്, ഏതൊരു ഭാഗത്തു നിന്നും ഏറ്റവും കൂടുതൽ
അപമാനം സഹിക്കേണ്ടി വരുന്ന പെൺകുട്ടികളാണ്. കഴിഞ്ഞ ദിവസം കേരളത്തിലെ നീതിന്യായ വ്യവസ്ഥയെ പോലും ഞെട്ടിച്ചുകൊണ്ട് കേരളത്തിലെ ഒരു ന്യായാധിപൻ സ്വന്തം വിധി ന്യായീകരിക്കുന്നതിന് വേണ്ടി ഒരു